ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതായത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ചിങ്കുടുവിൻ്റെ ഫുഡിൻ്റെ റൊട്ടീൻസ് ചെയ്യാമെന്ന്. ഏകദേശം ചിങ്കുടു ജനിച്ച് ഫുഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എടുക്കാനും ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ലേറ്റ് ആയി പോകണ്ട, ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുൾ ഡേ അല്ല ഗൈസ്, അതായത് മോർണിംഗ് ടു അതായത് ഉച്ചൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫുഡാണ് ചിങ്കുടുവിന് കൊടുക്കാൻ, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാനില്ലേ രാവിലെ എണീറ്റ് കിച്ചണിൽ കയറിയിട്ട് ഇവിടെ കുറച്ച് പാത്രങ്ങൾ, കുറച്ച് കൂടുതൽ പാത്രങ്ങൾ കഴുകണം. അതൊക്കെ കഴുകി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഓരോന്നായിട്ട് ഫുഡ് ഞാനൊക്കെ വെക്കുന്നത്. അപ്പോൾ അതെന്താണ് ഞാൻ സ്റ്റെപ്പായിട്ട് കാണിച്ചു കേട്ടോ. സോ ഫസ്റ്റ് ഞാനില്ലേ ഇവിടെ ഇഡ്ഡലി വെച്ചു കേട്ടോ. അതായത് അതപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സംഭവം അവിടെ കിടന്നാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി അവിടെ വെച്ചു, അത് ക്ലോസ് ചെയ്യാൻ മറന്നു ഗൈസ്. അപ്പോൾ അത് ഞാൻ മൂടണം ഗൈസ്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കട്ട് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് കട്ട് ചെയ്താണ്, ഞാൻ ഇനി ബാലൻസ് കുറേ കട്ട് ചെയ്യേണ്ട. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് അപ്പോൾ ഇതാ അവരൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് എരിവും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടാണ് വെച്ചിരിക്കുന്നത് ഗൈസ്. അങ്ങനെയല്ലേ ഏകദേശം എല്ലാം സെറ്റായിട്ടാ വേണ്ട, ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ചോറും അവർക്ക് പെരിയനോട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചിങ്ങട് എണീറ്റിട്ട് എപ്പോഴേക്കും എന്തൊക്കെ ഫുഡായിട്ടാണ് കൊടുക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഗൈസ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരാളിതാ ഇവിടെ കണ്ണും തിരുമ്പി കിടക്കുന്നു. എണീറ്റാ എൻ്റെ ശരിച്ചിട്ടില്ല. എന്ത് പൊന്നെ എന്തേ എനിച്ചാ എന്ത് പൊന്നെ മീമി വേണാ ഗൈസ്? എന്താ സംഭവം എന്നറിയോ, ഇന്നലെ മറ്റേ ഉണക്ക മാന്തളില്ലേ അത് പൊരിച്ചു, പക്ഷെ അത് കൊടുക്കാറില്ലേ. അപ്പം അത് ഇന്നലെ മീമി കൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ മേടിച്ചു തരാട്ടാ എന്ന് പറഞ്ഞാണ്. അത് ആലോചിച്ചിട്ടേ കിടന്നു. എന്ത് വേണം പൊന്നിനെ? എന്ത് വേണം? ഗൈസ് ഇപ്പോഴത്തെ പുതിയൊരു ശീലമാണ് ആൾക്ക്. ഇതിങ്ങനെ വെറുതെ വായിൽ കൈയിടലോ. ആ അല്ല, ഞങ്ങൾ പിന്നെ അങ്ങനെ ഇതാക്കാറില്ല, കുറേ നേരം ഇടുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ. കാരണം അവർക്കത് എന്താ അതിൻ്റെ ബ്രെയിൻ ഇമ്പ്രൂവ്മെൻറ്റ് നല്ലതാണുള്ളത്, അവർ ഓരോന്ന് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അപ്പം അതുകൊണ്ട് അങ്ങനെ വിടും. നാറിനോന്ന് കണ്ട് ബൂക്കാ. എന്ത് കുട്ടി ആലോചിച്ചായിരുന്നു? എന്ത് വേണം കുട്ടിക്ക്? പോവാന്ന് അപ്പൊ ചിങ്ങോട് നേരെ ഡാഡന്റെ കയ്യിൽ പോയിട്ടാ ഫസ്റ്റ് എന്റെ കയ്യിലേക്ക് ചാടൂല്ലോ. എന്നിട്ട് എന്ത് വേണം പൊന്നിന്? അത് ഇന്നലത്തെ ഓർമ്മയാണ്, അല്ലെങ്കിൽ വേറൊരു സംഭവമാണ് പറയാ. ഞാൻ പറഞ്ഞില്ല, അതായത് ഈ മൂപ്പർക്ക് മെയിൻ ഹെഞ്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി. പിന്നെ തലേ ദിവസം പറഞ്ഞത് കൊണ്ട് അത് മൈൻഡ് വെച്ച് കിടന്നിരിക്കുകയാണ്. എന്ത് വേണം? തലയൊക്കെ എത്തുന്നതിനും മേടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടിരിക്കുകയാണ്. ചിങ്ങട് പല്ല് തേക്കാണ്. എങ്ങനെ പൊഞ്ഞ് പല്ല് തേക്കണേ? എന്താണ് ചില സമയത്ത് മാത്രല്ലേ കാണിച്ചു തരില്ല കേട്ടാ. ഞാനൊക്കെ തേക്കാൻ കൊടുത്ത എന്റെ സമ്മതിക്ക്. ഞങ്ങൾ ഇപ്പോഴും ഈ ബ്രഷ് കൊണ്ട് തന്നെയാണ് തേക്കുന്നത്. മറ്റേതാക്കാനായോന്നറിയില്ല, കാരണം പല്ലുകള് ഫുള്ളായിട്ട് വരുമ്പോ ഇല്ലെങ്കിൽ മറ്റേത് യൂസ് ചെയ്യുമ്പോ ഈ തൊണ്ണൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാട്ടോ പറഞ്ഞത്. അത് കാരണം ഞങ്ങൾ ഇതന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നില്ലേ. ഫ്രണ്ടിലൊരു 4 എണ്ണം, മേലൊരു 4 എണ്ണം. അല്ലടാ മേലെ 4 എണ്ണം കൂടുതലുണ്ട്. അല്ല, സെന്ററിൽ ഞാൻ 4 നാളിലോ കാണുന്നു. പിന്നെ മറ്റേ ബാക്കിലേക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. മെല്ലെ വന്നാ മതി. അതെ, മെല്ലെ ഇങ്ങനെ സമാധാനത്തിൽ തേച്ചു കൊടുക്കും. എന്തൊന്നും അയക്കുന്നുണ്ട്, ചില സമയത്ത് ആളെ അയക്കില്ല. അല്ലേ ആ പല്ലും കൊണ്ടേ കടി കിട്ടാൻ വയ്യ. എന്ത് അല്ലടാ, അമ്മയ്ക്കാ കൂടുതൽ കടി കിട്ടുക. അമ്മന് ഷോൾഡറിൽ നല്ല കടിച്ചെടുക്കും.
എന്താ ഇനി അയക്കില്ല. അവൾക്ക് വേണമെന്നാ പറയണേ. കുട്ടിക്ക് വിരലിട്ട് കൊടുക്കടാ. അതറിയ കറക്റ്റ് വരില്ല. ഗൈസ് അപ്പോൾ ചിങ്കുടിന് ഫുഡ് എടുക്കാട്ടോ. എണിച്ചതും ഫുഡ് കൊടുക്കില്ല, കുറച്ചു നേരം കളിച്ചതിന് ശേഷം മാത്രം ഫുഡ് കൊടുക്കുക. ഇന്നത്തെ സ്പെഷ്യല് ഇഡ്ഡലിയാണ്. അവിടെ 2 കുഴിയൊക്കെ ഉണ്ട്. ചിങ്കുടു ഒരു ഇഡ്ഡലി കഴിക്കുള്ളൂ, വേണമെങ്കിൽ മാത്രം 2 ഇഡ്ഡലി കഴിക്കും. ഗൈസ് അപ്പോൾ എല്ലാവരും ചിന്തിക്കുമ്പോൾ എന്താ വാവച്ചി എന്താ ഫുഡ് കൊടുക്കാത്തതെന്നില്ലേ? ഞാൻ കൊടുത്ത കഴിക്കില്ല. അതായത് ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ട്. വേവുമ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇല്ല, ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവള് കഴിക്കും. അതേ സ്ഥാനത്ത് ഞാനാ കൊടുക്കണമെങ്കിൽ നോ നോ ഡാഡാ പറയും. അതെന്താ വെച്ചാൽ ചെറുപ്പം മുതലേ ശീലിച്ചത് കൊണ്ട് ഇല്ലേ. അതായത് ഞാനും അമ്മയും കൂടുതൽ ഫുഡ് കൊടുത്തിട്ടും എല്ലാം ശീലിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ കൂടുതൽ അത് കാരണം എനിക്ക് ടാസ്ക് ഇല്ല. പക്ഷെ ഇതിലൊരു കാര്യണ്ടേ, വേവ് കൊടുത്താൽ മാത്രമാണ് അവള് കഴിക്കുള്ളൂ. ഞാൻ കൊടുത്തു എന്ന് വെച്ചാൽ അവൾ തീരെ കഴിക്കില്ലല്ലേ. 2 വാരി ചില സംഭവങ്ങൾ മാത്രം. പേരെടുത്ത് പറയുള്ളൂ, പേരെടുത്ത് ചിലപ്പോ ഉള്ളത് വേണം പറയും. ഞങ്ങള് മാക്സിമം എന്താണ് ഇവളെ ഫുഡ് കഴിപ്പിക്കാൻ നോക്കൂട്ടാ. ചിലപ്പോ ചില സമയത്തൊക്കെ കഴിക്കില്ല, കാരണം കളി നിലവുള്ളത് കൊണ്ടില്ലേ. പക്ഷെ എന്നാലും ഫുഡ് വിട്ട് കളിയില്ല, കാരണം ഫുഡ് കറക്റ്റായി കൊടുത്തില്ലെങ്കിൽ പണിയാണ്. ഗൈസ് അപ്പതാ ചിങ്ങട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാ. ഇതിൽ കുറച്ചുണ്ടായിരുന്നു, അത് വേവ് കഴിച്ചു. അതായത് അതിന്റെ എന്താണ് കുരുല്ലോ ആ കുരു മാത്രം ഞാൻ കഴിച്ചോ, കൊടുത്തില്ല. ഇഡ്ഡലി ഇത് എത്ര ബാലൻസ് ഉണ്ട് കേട്ടോ, ബാക്കിയെല്ലാം കഴിച്ചു. എല്ലാം കുറച്ച് കുറച്ച് കഴിക്കുള്ളൂ, പക്ഷെ അത് പോയാൽ മതിയല്ലോ. എടുത്തതെല്ലാം കഴിക്കണം എന്നൊന്നുമില്ല, എല്ലാം കുറച്ച് കഴിച്ചാൽ മതി. ഇതാ ഇവിടെ ഇനി നെക്സ്റ്റ് ഒരാള് മൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ മോളിന്? ഞാൻ ഫുഡ് കഴിക്കട്ടെ പറഞ്ഞപ്പോ അവൾക്ക് പറ്റും. ഒരില്ലേ എന്താണ് എന്താ മാജിക് സ്ലൈറ്റ് ഇത്? അത് നമ്മുടെ ടൈമിലൊക്കെ വേറെ ആയിരുന്നു. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട്, സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ മായും. അപ്പൊ അതൊന്ന് മേടിച്ചു കൊടുത്തു. അപ്പൊ അതിലിങ്ങനെ ആളിങ്ങനെ വരഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. അതാകുമ്പോ കുഴപ്പമില്ല അല്ലേ. ബുക്കൊക്കെ ശരിക്കും ബുക്കിലൊക്കെ ആക്കാൻ കൊടുക്കാം, പക്ഷെ എല്ലാം കീർച്ച് കളയും. ഞങ്ങള് ബുക്ക് മേടിച്ചു, പക്ഷെ അതിനെല്ലാം കീർച്ച് കളയാം. പിന്നെ അത് ഞങ്ങള് ആ പരിപാടി നിർത്തി. ഇതാകുമ്പോ കീറിക്കാൻ പറ്റില്ല. അതിലാകുമ്പോ ഇങ്ങനെ എഴുതിയിട്ട് നടക്കും. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് എടുത്തു കൂട്ടാ. ഞങ്ങൾക്ക് ഫുഡ് എടുത്തു കൂട്ടാ. ഇഡ്ഡലി തന്നെയാണ്, പിന്നെ ചായ ഇതില്ല. അത് ചിങ്ങടുവിന് ഉള്ളതാണല്ലേ? അതെ, ചിങ്ങടുവിനുള്ളതാണ്. അത് ഇപ്പോഴല്ല, കുറച്ച് ടൈം എടുത്ത് ചിലപ്പം ഉച്ചയൊക്കെ ആയിരിക്കും. അതെ, അത് ഓരോ സമയത്തിനനുസരിച്ച് കൊടുക്കും. ഉണ്ടാക്കുമ്പോ ഒരുമിച്ച് കിച്ചണിൽ കയറും, അങ്ങനെ ഇറങ്ങും. ഗൈസ് അപ്പൊ ഞങ്ങള് ചിക്കൻ കാലും മാറ്റി വെച്ചാണ്, പക്ഷെ ചിങ്ങടും എങ്ങനെയോ കണ്ടിട്ട് അത് വേണം പറഞ്ഞിട്ട് ഒരേ വാശിട്ടാ. അതായത് ഞാൻ വാങ്ങിച്ച് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരുത്ത് കൊടുത്തു. അപ്പൊ അത് കണ്ടു. അപ്പൊ അത് ഞങ്ങളിത് ഉച്ചക്കലേക്ക് കൊടുക്കാന്ന് കൊണ്ടാട്ടോ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചിങ്ങട് പണി പറ്റിച്ചു. ആൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അങ്ങനെയൊന്നുമില്ല, അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കൂലേ ബേബി. അത് ചോദിച്ചു മേടിക്കും, അതൊരു കാര്യം. ഇഷ്ടമില്ലാത്തതിന്റെ അടുത്തേക്ക് വരില്ല. പിന്നെ അതുപോലെ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ പീസ് കൊടുക്കില്ല, കാരണം ഇവർക്ക് വന്നിട്ട് ഈ നമ്മുടെ ഈ മോണയിലല്ലേ ബേബി പല്ല് വന്നിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ടാസ്ക് ആയിരിക്കും. പക്ഷെ എന്നാലും ചെറിയ ചെറിയ പീസാക്കിയിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ. എത്ര കഴിക്കുന്നു വേണ്ടിയിരുന്നാലും ചിലപ്പോ പറയാൻ പറ്റില്ല. ചിലപ്പോ അവര് പെട്ടെന്ന് ഇറക്കിയിട്ട് അടച്ചാ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. ഗൈസ് അപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ആയല്ലോ. അപ്പോൾ ചിങ്ങടുവിന് ഇളനീര് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ, കാരണം വെള്ളമൊന്നും അധികം കുടിക്കില്ല, കൂടുതൽ ഇളനീരാ കുടിക്കുക. അതെ, ഇവിടെ മൊത്തം വെട്ടിയിട്ടില്ലേ, മൊത്തം കിടക്കട്ടാക്കി ഞങ്ങൾ ഓരോ ദിവസം ക്ലീൻ ചെയ്യുക. ഞാൻ തടി പത്താരും വരുന്നത് മുൻകൂർ ജാമ്യം എടുത്താ കാണിച്ചേ കൊടുത്തിട്ടില്ലേ? ഇല്ലേ, ഇല്ല. ഇത് കണ്ടേ അതിനെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഡെയിലി ചിങ്കുടിന് വേണ്ടി വെട്ടിയതാണ് ഇതൊക്കെ കിടക്കണത് കേട്ടാ. ഇതിപ്പോ ഉണങ്ങാനിട്ട് പറഞ്ഞ അടുപ്പ് കത്തിക്കാലോ ബേബി. അടുപ്പ് കത്തിക്കുന്നവർക്കല്ലേ. ആ, ഞങ്ങളിവിടെ അടുപ്പൊന്നും കത്തിക്കാൻ ഫ്രഷ് ഇളനീര്
ശരിക്കും ഇത് ഞങ്ങള് ചിങ്ങടൂന് ആദ്യം എഴുന്നേറ്റത് ഇതാണ് കേട്ടോ ആദ്യം കൊടുക്കുക. പക്ഷെ ഇത് കൊടുക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കൽ കുറവായിരിക്കും. അത് കാരണം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റാണ് ഇത് കൊടുക്കുക. ലേവി ഇത് മധുരമുള്ളതാണ്, അപ്പൊ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. എന്തായാലും ഒന്ന് അരിച്ചിട്ട് കൊടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരടുന്നുണ്ടെങ്കിൽ പണിയാണ്. അപ്പോൾ ഇതാ അരിച്ചു. കറക്റ്റ് ഒരു ഗ്ലാസ്സാണ് എപ്പോഴും. നമ്മൾ നോർമലി മധുരം ഇല്ലാത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും. ആ കൊടുത്ത ചില സമയത്ത് ഞങ്ങൾ ബോട്ടിലാക്കി കൊടുക്കൂട്ടാ. അല്ലേ ചില സമയത്ത് ബോട്ടിൽ കുടിക്കൂല. ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. നോർമൽ വെള്ളമില്ല, നോർമൽ വെള്ളം ആൾ കുടിക്കൽ കുറവാണല്ലോ. അതാ ഒരു ചേത്തി ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. പക്ഷെ എപ്പോഴും നമ്മൾ ആ കുപ്പിയിൽ തന്നെ കൊടുത്താലും പണിയാണ്. അതായത് ചിങ്ങുവിന്റെ പിന്നെ നോക്കണം. ചിങ്ങുവിന്റെ അല്ലേ എന്നും ഇങ്ങനെയാണ്. അതായത് എനിക്കൊരു സ്വഭാവം ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ മൊത്തം അങ്ങനെ കഴിച്ചിട്ട് ഒരു അടയ്ക്കലില്ലേ, അത് സെയിം ചിങ്ങുവിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കണേ നോർമൽ അങ്ങനെ തന്നെയുണ്ട് ചിങ്ങു. കുടിക്കും. കാരണം ഒന്നാമത് ഇപ്പൊ വെയിലൊക്കെ ആയതുകൊണ്ടില്ലേ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ അവ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞങ്ങള് നോർമൽ വെള്ളം കുടിക്കുന്നില്ല. അപ്പൊ ചിങ്ങുവിന് ഇതൊക്കെ കൊടുത്തിട്ടാണ് വെള്ളത്തിന്റെ ബേസിൽ അഡ്ജസ്റ്റ് ആക്കുന്നത്. ഇത് ഞങ്ങൾ ഇവിടെ എടുത്ത് വെക്കും കാരണം ഇത് എന്തായാലും ഫുൾ ആയിട്ട് കുടിക്കുള്ളൂ. പക്ഷെ ഓരോ ടൈമിലും മൊത്തം ഒറ്റയടിക്ക് കൊടുക്കാൻ പാടില്ല. അതെ, ഗ്യാപ്പിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ചിങ്ങുവിനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടാ ചേട്ടാ. സോപ്പ് കാര്യങ്ങളൊക്കെ, അതായത് എന്താണ് അവള് ബാത്റൂമിൽ കുളിക്കില്ലല്ലോ ബേബി. മാക്സിമം എന്താ ഇവിടെ കുളിക്കുള്ളൂ, പുറത്ത്. ഇവിടെ ചൂട് അയ്യോ അവളെല്ലാം പറയും, അതായത് കുഴപ്പമില്ലല്ലോ ബേബി. എന്നാ ഓക്കെ എന്നാ കുട്ടിൻ്റെ അല്ലേ കൊടുക്കടാ അടിക്കിപ്പോ. അതായത് വീഡിയോ എടുക്കണോണ്ടോ കേട്ടോ ഗൈസ് ട്രൗസർ ഇട്ട് കൊടുത്തത്. ഇല്ല ഞങ്ങൾ അഴിക്കും. അതാണ് നല്ലത്. ചിങ്കിട് അവൾക്ക് നല്ല ഇഷ്ടമാണ് ഈ പുറത്തു വന്നിട്ട് ഈ പൈപ്പിൽ വെള്ളത്തിൽ ബക്കറ്റിനുള്ളിലാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ശ്രദ്ധിക്കണം, മാക്സിമം കൂടെ തന്നെ ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് വിട്ടിട്ടൊന്നും പോവില്ലല്ലോ. നമ്മളടുത്ത് തന്നെ അല്ലേ ഇരിക്കുള്ളൂ. അപ്പോ ചിങ്ങട് രാവിലെ എണിച്ച് ഫുഡൊക്കെ കഴിച്ചു, കുളിക്കുന്നു, ഇളനീരൊക്കെ കുടിച്ച് ഒരു ചിക്കൻ കാലും കഴിച്ചു. അത് കഴിഞ്ഞ് ഇതോ ഫ്രഷ് ആവണോ. അയ്യോ സോപ്പില്ലേ എല്ലാ ടൈമിലും കൂടുതൽ എന്താണ് ഒരു നേരമൊക്കെ സോപ്പ് ഇടാൻ ശ്രമിക്കാറുള്ളൂ. കാരണം ഒരുപാട് നല്ല ഡ്രൈ ആവില്ലേ, അതുകൊണ്ട് ഒരു നേരമൊക്കെ ഇടാൻ ശ്രമിക്കാറുള്ളൂ. ഇനി അടുത്തത് ചിങ്കുടുവിന് എന്താണ് കുളിക്കണതൊക്കെ, അതായത് എന്ത് സോപ്പാണ് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടൊക്കെ അതൊക്കെ ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യാലോ ബേബി. കുളിക്കണ് അയ്യേ എന്താ അച്ഛന് മൂക്ക് ചൊറിഞ്ഞോ. ഓക്കെ അപ്പോൾ ചിങ്കുടൂര് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം സമയം എടുത്തുല്ലോ ബേബി. കുറച്ച് സമയം എടുത്തതിന് ശേഷം എന്താ ബേബി കൊടുക്കാൻ പോണ്? ആപ്പിൾ. നീ ആപ്പിൾ പൊടിച്ചിട്ട് വരുമ്പോ സംഭവം കഥയുണ്ട്. അത് കുറച്ച് കൂടുതൽ സാധനം ഉണ്ടായിരുന്നു ഇത് മേടിക്കുന്ന സമയത്ത്. ആഴ്ച ബാക്കിൽ ബൈക്കിൽ ഇരുന്നിട്ട് പിടിച്ച് സൗണ്ട് നോക്കുന്ന സമയത്ത് ഇതും പഴവും എല്ലാം കൂടിയുള്ള കവറൊക്കെ സ്പ്രെഡായി കിടക്കുന്നു. എന്നിട്ട് ഞാൻ എല്ലാം പെറുക്കിയെടുത്തു. സ്പൂണ് വെച്ചിട്ട് അതായത് ശരിക്കും കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കൊടുക്കണ്ട. പക്ഷെ ഇവള് കൈ കൊടുത്തു പറഞ്ഞാൽ എല്ലാം താഴത്ത് മൊത്തത്തിൽ കളയൂല്ലേ. അതൊന്ന് പിന്നെ അതുപോലെ തന്നെ വലിയ ഇങ്ങനെ ഒരു മീഡിയം പീസായിട്ട് കൊടുക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ മെഴുങ്ങണം. അപ്പോൾ തൊണ്ടയിൽ അടയ്ക്കുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത്. ഞങ്ങൾ ആപ്പിള് ജ്യൂസ് ആക്കിയിട്ട് മാക്സിമം കൊടുക്കാറില്ല അല്ലേ ബേബി. അതായത് ഞങ്ങളുടെ അടുത്ത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കോയമ്പത്തൂരിൽ പോയിരുന്നു. അവിടുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ജ്യൂസിനെക്കാളും കൂടുതലും നമ്മൾ ഫ്രൂട്ട് ആയിട്ട് തന്നെ കഴിക്കാൻ നോക്കും. ഇതാവുമ്പോൾ നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും. നമ്മൾ ജ്യൂസിലൊക്കെ ഈ ഷുഗറൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഇതൊക്കെ പോവും. പിന്നെ വലിയ കാര്യമൊന്നുമില്ല. ആള് കഴിക്കും കഴിച്ചു. ഇത്ര നേരം കളിക്കായിരുന്നു കേട്ടോ. കളിച്ചു കഴിഞ്ഞപ്പോ മൂപ്പരിക്ക വയറൊക്കെ അയഞ്ഞു. പിന്നെ ബാലൻസ് ഉള്ള ഇളനീരുണ്ടായിരുന്നല്ലോ, അതൊക്കെ കുടിച്ചു. വെള്ളം എന്തായാലും ഇവിടെ മാക്സിമം ഒരു ഈവനിങ് ടൈം വരെ കുറവായിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങള് കുറച്ച് കഞ്ഞിവെള്ളമായിട്ടും ഇളനീരായിട്ടും പിന്നെ
നോർമൽ വെള്ളം അവള് ചോദിച്ചു മേടിക്കും ചില സമയത്ത് ചോദിക്കും. പക്ഷെ നോർമൽ വെള്ളം അധികം കുടിക്കണം. അത് എങ്ങനെയും കുടിപ്പിക്കണം. കുടിക്കാത്തോണ്ടാണ് ഞങ്ങൾ ഇളനീര് സ്ഥിരമാക്കിയത്. അതാവുമ്പോ കുഴപ്പമില്ല. കാരണം ഈ പ്രായത്തിലൊക്കെ മൂത്രപ്പഴുപ്പ് എന്തെങ്കിലുമൊക്കെ വന്നതിന് ഭയങ്കര എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പറയുന്ന വാവച്ചിയും അത്ര വെള്ളം കുടിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ ഇല്ല എന്നുള്ളത്. ഇവിടെ ഈ അരി വെച്ചിന് ഈ തോന്നലാണ് മൂത്രമൊക്കെ പറയുന്നത്. പിന്നെ ചില കുട്ടികൾ എങ്ങനെയായിരിക്കും ചോദിച്ചാൽ കളിനിലവിൽ ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കില്ല കേട്ടാ. അത് നോർമലാണല്ലേ ബേബി? നമ്മളെങ്ങനെയെങ്കിലും ഫുഡിന്റെ ഒരു ഇത് കൊള്ളുന്നത് ഈ ആവശ്യമില്ലാത്ത ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ മാക്സിമം ഫുഡ് കഴിക്കും. ഞങ്ങൾ മാക്സിമം അങ്ങനെയുള്ളതൊന്നും കൊടുക്കാറില്ല കേട്ടാ. പിന്നെ ഞങ്ങൾ ചിലപ്പോ കഴിക്കണ സമയത്ത് ചിലപ്പോ കുട്ടിക്ക് വേണം തോന്നിയാല് ചെറുതായിട്ടൊക്കെ വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. ഞങ്ങളാണെങ്കിലും മാക്സിമം അതൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെ ഇരിക്കണ്. സത്യം അങ്ങനത്തെ ഒരു ഐറ്റംസ് അതായത് ഞങ്ങൾ കഴിക്കുന്നെങ്കിലും അറിയാണ്ട് കഴിക്കുക അങ്ങനെയൊക്കെയുള്ളൂ. അധികം കഴിക്കില്ല, എന്നാലും കഴിക്കണമെങ്കിൽ പോലും അങ്ങനെ കഴിക്കുള്ളൂ. ചിങ്ങറിന് മാക്സിമം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒഴിവാക്കി. കാരണം അത് ഒഴിവാക്കിയാൽ തന്നെ മാക്സിമം കുട്ടികൾ ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. പിന്നെ ഞങ്ങള് അങ്ങനെ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സംഭവം വന്നിട്ട് ഈന്തപ്പഴമൊക്കെ ആയിരിക്കും. അതിന്റെ പേരിൽ അതൊക്കെ കൊടുക്കും. അപ്പൊ അതൊക്കെ നമ്മളെന്തായാലും ഇത് ഫുൾ ആയിട്ടുള്ള നമ്മൾ വൺ ഡേ ഫുഡ് റൊട്ടീൻ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഫുൾ ആയിട്ട് ഇൻക്ലൂഡ് ആക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ ഓരോരോ പാർട്ടായി ചെയ്യും. കാരണം ഇതിപ്പോ മോർണിംഗ് ഫുഡ് തന്നെ അത്യാവശ്യം വീഡിയോ ലെങ്ത് ഉണ്ടാവൂലേ ബേബി? മാക്സിമം ഉള്ള ഞങ്ങള് ഫുഡ് നിർബന്ധിച്ചിട്ട് കഴിപ്പിക്കില്ലല്ലോ ബേബി. മൂപ്പർക്ക് വേണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോർമലി ഞങ്ങൾ കണ്ടിരിക്കുന്ന ഇത് വെച്ചാല് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് പിടിച്ചിട്ട് ഫോഴ്സ് ചെയ്തിട്ട് കൊടുക്കാൻ ഫോഴ്സ് ഫീഡിങ് ചെയ്യുന്നതാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങളില്ലേ ഇതുവരെ ചിങ്കുവിനെ പിടിച്ചു വെച്ചിട്ട് അങ്ങനെ അവൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞങ്ങള് ഒരു 2 പ്രാവശ്യം ട്രൈ ചെയ്യും. വേണ്ട ഓക്കെ അത് വേണ്ടെന്നുണ്ടെങ്കിൽ വീടും ഉണ്ടാവും. എന്നാൽ അവർക്ക് കഴിക്കാൻ തോന്നുമ്പോ അവരെന്തായാലും കഴിക്കും. നമ്മൾ ഈ പിടിച്ചു വലിച്ച് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ അതുപോലെ എല്ലാം നമ്മൾ ശീലിപ്പിക്കണ പോലെയാണ് വരിക. പക്ഷെ ഞങ്ങള് പെർഫെക്റ്റ് ആണെന്നല്ല കേട്ടോ പറയണത്. ഉണ്ട്. പക്ഷെ എന്നാലും ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്തായാലും എപ്പോഴും കറക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം കുട്ടിക്ക് അത് നമ്മള് കറക്റ്റ് ഇപ്പൊ തന്നെ ശരിയാക്കി പറഞ്ഞാലാണ് അവര് വലുതാകുമ്പോൾ ആ ഒരു ഇത് ഫോളോ ചെയ്യുള്ളൂ. എത്രയായി ബേബി? എങ്ങനെയെങ്കിലും ഇവള് ഒരെണ്ണം കഴിക്കുംട്ടാ. ചെലപ്പോ ചില സമയത്തൊക്കെ ചിലപ്പോ ഒരു പീസൊക്കെ തന്നെ കഴിക്കുള്ളൂ. പക്ഷെ അതെങ്കിലും പോയാ മതിയല്ലോ, കുറച്ചെങ്കിലും കുറച്ച് പോയാ മതി. പിന്നെ ഒരു കാര്യം അയ്യോ ഗൈസ് മുടി അതായത് അവൾക്ക് നോർമലി പോട്ടെ ഈ സംഭവം പേടിയാണ്. അപ്പൊ അവൾക്ക് അത് എന്തോ ആണ് എപ്പോഴും പേടിക്കും. പക്ഷെ അവൾ എപ്പോഴും ലോങ് എന്നാണ് അത് കാണുക. ഇന്ന് അടുത്ത് വന്നില്ലടോ. ഞങ്ങള് ഫസ്റ്റ് ടൈമാണ് അവള് പേടിക്കണത് കാണുന്നില്ലേ ഗൈസ്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് കഞ്ഞിവെള്ളം. അതായത് നമ്മള് എന്താണ് ചോറ് ഊറ്റുന്നതിന്റെ വെള്ളമില്ലേ, ആ കഞ്ഞിവെള്ളവും കൊടുക്കണം. കാരണം കഞ്ഞിവെള്ളം നല്ലതാണ്. ശരിക്കും ഞങ്ങൾ ഈ ടൈമിൽ ജ്യൂസ് ആണ് കൊടുക്കുക. പക്ഷെ കഞ്ഞിവെള്ളം കൊടുക്കാനുള്ള ടൈം അല്ലേ കറക്റ്റ് ആയില്ല. അതായത് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് ചിങ്ങ വിളിച്ചു. അപ്പൊ ആ ഒരു ഇതില് അവർ ഗ്യാപ്പ്. ഇന്നത്തെ കഞ്ഞിവെള്ളം എന്താ വെച്ച് കഴിഞ്ഞാല് വെള്ളം കുടിക്കാത്തതുകൊണ്ട് മാക്സിമം നമുക്ക് വെള്ളം എന്തെങ്കിലും കഞ്ഞിവെള്ളമായിട്ടോ ജ്യൂസായിട്ടോ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം ഇനി കൊടുക്കാം. അപ്പോൾ രാവിലെ ചോറ് വെച്ച് ഊറ്റുന്ന സമയത്ത് കഞ്ഞിവെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചൂടും ചെറുതായിട്ട്. പിന്നെ ഇതും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവള് ഉറക്കത്തേക്ക് പോകും. കണ്ടപ്പോ തന്നെ ഉറക്കം വന്നു. എന്തോ എന്താണ് ഉറക്കം വന്നിട്ടാണ് കേസ്. അപ്പൊ എന്തായാലും കഞ്ഞിവെള്ളം കൊടുക്കും. അമ്മന്നല്ല അത് വേവ് വിളിച്ചിട്ടേ കഞ്ഞിവെള്ളതാ ഇവിടെ രാവിലെ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ലൈറ്റ് ആയിട്ട് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ, ഒരുപാടല്ല. അതായത് ഒരു ചെറിയൊരു ഇത്, അല്ലെങ്കിൽ വെറുതെ കുടിച്ചാൽ ചവർപ്പ് പോലെ തോന്നുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഉപ്പ് ഞാനിടും. ലൈറ്റ് ആയിട്ട് ഉപ്പിട്ടൊന്ന് ഇളക്കി കൊണ്ട് കൊടുത്താ കാണുമ്പോ നിറയിട്ട പോലെ ഫീൽ ചെയ്യണ്ട. ഇല്ല, കുറച്ച് ഉപ്പിടുള്ളൂ. ഞങ്ങൾ മാക്സിമം ഉപ്പ് പഞ്ചസാര അതൊക്കെ മാക്സിമം കുറച്ചിട്ട് കൊടുക്കാറ്. പക്ഷെ എന്നാലും ലൈറ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ കുടിച്ചു നോക്കാം ആദ്യം.
എന്നാ ഈ ഒരു ഇത് സംഭവം സ്ഥിരിക്കേണ്ടിരുന്നു. ഇനി വാവിച്ചിനെ വിളിക്കണമെന്ന് വെച്ചാൽ ഉറങ്ങാൻ. ശരി വാ ഉറങ്ങാ ഉറങ്ങാ. ഓക്കേ ഓക്കേ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ചിങ്ങുവിൻ്റെ മോർണിംഗ് ഫുഡ് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഓരോ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ചേഞ്ച് ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് എന്താണ് അഭിപ്രായങ്ങൾ, ഞങ്ങൾ ചെയ്യുന്നില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നതിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ അങ്ങനെ എന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ളത് വേറെ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ഇട്ടുമ്പോഴേക്കും ബൈ.